കേരളത്തിലെ CPM എന്നും കണ്ണൂരിനു ചുറ്റും വട്ടമിട്ട് പറക്കുകയായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അടക്കം എല്ലാവരും കണ്ണൂരിൽ നിന്നുള്ളവർ. അങ്ങനെ എല്ലാം കൊണ്ടും CPMന്റെ കണ്ണൂർ ലോബി ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുമ്പോഴാണ് എല്ലാത്തിനും മുകളിൽ പാർട്ടിയുടെ അവസാന വാക്കായി കൊല്ലം ജില്ലക്കാരനായ MA ബേബിയുടെ രംഗപ്രവേശനം എന്ന് കാണാം. CPM കണ്ണൂർ ഘടകമടക്കം MA ബേബിക്ക് വേണ്ടി ശക്തമായി വാദിച്ചതിന് പിന്നിൽ CPMനെ കേരളത്തിൽ പിടിച്ചുകെട്ടാനുള്ള താൽപ്പര്യത്തിന്റെ പുറത്താണ്. കോടിയേരി ബാലകൃഷ്ണന്റെ അനാരോഗ്യകാലത്ത് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് ജൂനിയർ ആയിരുന്ന MV ഗോവിന്ദനെ പരിഗണിച്ചപ്പോൾ പോലും ബേബിയെ സംസ്ഥാന നേതൃത്വം വകവെച്ചിരുന്നില്ല. LDF കൺവീനറായിരുന്ന വിജയരാഘവന് ആക്ടിംഗ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയപ്പോഴും ബേബിയുടെ പേര് ചർച്ചയ്ക്ക് പോലും വയ്ക്കാതെ സംസ്ഥാന നേതൃത്വം അവഗണിച്ചു. അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയാകാൻ കഴിയാതെ പോയ അതേ ബേബിയാണ് ഇപ്പോൾ CPM ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. മധുരയിൽ കേരള ഘടകം പിന്തുണച്ചില്ലെങ്കിലും ബേബിയെ തലപ്പത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ദേശീയ നേതൃത്വം ആരംഭിച്ചിരുന്നതായാണ് വിവരം. യെച്ചൂരിയുടെ മരണത്തിനും സമ്മേളനത്തിനും ഇടയിലുള്ള ഇടവേളയിൽ ഇതു സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകളും നടന്നിരുന്നു. പിന്തുണച്ചില്ലെങ്കിലും ബദൽ നീക്കം കേരള ഘടകം പ്രതീക്ഷിച്ചിരുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങി 2ാം ദിവസം രാത്രിയാണ് ബേബിയെ പിന്തുണയ്ക്കാൻ കേരള ഘടകം തീരുമാനിച്ചത്. പ്രകാശ് കാരാട്ടിന്റെയും വൃന്ദ കാരാട്ടിന്റെയും ഇടപെടലാണ് കണ്ണൂർ ലോബിയെ പിന്തിരിപ്പിച്ചത്. 2014 കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെയാണ് ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചത്. അന്ന് പിണറായി വിജയന്റെ പരനാറി പരാമർശത്തിൽ മനംനൊന്ത് പരാജയത്തിനു പിന്നാലെ MLA സ്ഥാനം രാജിവെക്കാനുള്ള നീക്കം വരെ ബേബി നടത്തിയിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനങ്ങളിൽ പോലും വേണ്ടത്ര പരിഗണന ബേബിക്ക് ലഭിച്ചിരുന്നില്ല. 2018 തൃശൂർ സമ്മേളനത്തിൽ ഇക്കാര്യത്തിലുള്ള അതൃപ്തി ബേബി യെച്ചൂരിയെ അറിയിച്ചിരുന്നു. ബേബിയുടെ സ്വന്തം ജില്ലയായ കൊല്ലത്ത് പോലും അദ്ദേഹത്തിന് മതിയായ പരിഗണന പലപ്പോഴും ലഭിച്ചിരുന്നില്ല. ബേബിയെ മാറ്റി നിർത്തുന്നതിൽ വിയോജിപ്പുള്ളവർ ഏറെയുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം പരസ്യമായി പ്രകടിപ്പിക്കാൻ പല നേതാക്കളും ഭയപ്പെട്ടിരുന്നു. VS അച്യുതാനന്ദൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിന് പിന്നാലെ CPMനുള്ളിൽ എതിരഭിപ്രായങ്ങളൊന്നും ഉയരാതിരിക്കാൻ കണ്ണൂർ ലോബിയുടെ കണ്ണ് എന്നും ബേബിക്കുമേൽ ഉണ്ടായിരുന്നു. മറ്റൊരു VS ഇനി പാർട്ടിക്കുള്ളിൽ വളർന്നു വരരുതെന്ന ചിന്തയാകാം ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട്. 2018 ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറുകളിൽ മാത്രമാണ് ബേബിക്ക് അവസരം ലഭിച്ചത്. കൊല്ലത്തെ സമ്മേളനമെങ്കിലും ബേബിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമായിരുന്നു. പകരം തൃശൂരിലെ സ്കൂൾ കലോത്സവം പോലും ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി കൊല്ലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ MA ബേബിയുടെ തോൽവിയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകാതിരിക്കാൻ ബോധപൂർവ ഇടപെടലുകൾ ഉണ്ടായതെന്നും പരസ്യമായ രഹസ്യമാണ്. എന്തായാലും രാജ്യത്തെ പാർട്ടിക്കുമേൽ വളരുന്ന കേരളത്തിലെ CPM നേതൃത്വത്തോടുള്ള ബേബിയുടെ സമീപനം എന്താകുമെന്നും അറിയാനുള്ള ആകാംക്ഷയാണ് ഇനി ബാക്കിയാകുന്നത്.